प्रभु के नाम की स्तुति हो। ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. आइए हम निकालेंगे यूहन्ना की पुस्तक, उसका चैप्टर 10 वर्स 9। आज के मनन के लिए हम इस वर्स को पढ़ेंगे. ഇന്നത്തെ വചനധ്യാനത്തിനു വേണ്ടി യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഇന്നത്തെ ധ്യാനത്തിനു വേണ്ടി നമുക്കെടുക്കാം. मैं पढ़ता हूँ, आप अपनी अपनी बाइबल्स में पढ़ें. द्वार मैं हूँ, यदि कोई मेरे द्वारा भीतर प्रवेश करे तो उद्धार पाएगा और भीतर बाहर आया जाया करेगा और चारा पाएगा. ജോൺ ചാപ്റ്റർ 10 വേഴ്സസ് 9 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. आए हम लोग प्रार्थना करेंगे. परमेश्वर पिता, हम धन्यवाद देते हैं आज के इस वचन के लिए. परमेश्वर, आपके वचन को जानने समझने के लिए परमेश्वर आप हमें बुद्धि और मन देना. परमेश्वर, खुद को भी और पूरी सभा को आपके हाथों में देता हूँ. सारा आदर जलाल महिमा आपको मिले. यीशु के नाम से प्रार्थना मांगता हूँ, सुना ग्रहण कर पिता, आमीन. पिछले कुछ हफ्तों से जो है हम लोग इस आई एम स्टेटमेंट, यीशु मसीह ने कहे हुए जो स्टेटमेंट्स हैं उन पर हम मनन कर रहे हैं. കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഞാനാകുന്നു എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ദൈവസഭയായി ധ്യാനിക്കുകയായിരുന്നു. दो स्टेटमेंट्स हम ऑलरेडी देख चुके हैं कि जीवन की रोटी परमेश्वर प्रभु यीशु मसीह हैं करके उन्होंने कहा, और जगत की ज्योति भी प्रभु यीशु मसीह हैं करके उन्होंने कहा. നമ്മൾ രണ്ട് കാര്യം ധ്യാനിക്കുവാനിടയായി. ഒന്ന്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്നും, രണ്ട്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നുള്ള രണ്ട് പദങ്ങളെ നമ്മൾ പഠിക്കുവാനിടയായി. और आई एम स्टेटमेंट जब यीशु मसीह कहते हैं तो इसमें स्वाभाविक रूप से यहूदी लोग इस बात को समझ जाते हैं कि यीशु मसीह अपने आप को परमेश्वर करके बता रहे हैं. ഈ ഞാനാകുന്നു എന്നുള്ള പദം കർത്താവ് അവിടെ പറയുമ്പോൾ യഹൂദന്മാർക്ക് യേശു എന്തർത്ഥത്തിലാണ് അത് പറയുന്നതെന്ന് അവർക്കറിയാം. लेकिन जो मेटाफर यीशु मसीह यूज़ करते हैं उनको जानना और समझने की हमें ज़रूरत है. എന്നാൽ യേശു ഇവിടെ യൂസ് ചെയ്യുന്ന ഈ മെറ്റഫർ അല്ലെ ഒരു രൂപകം, അത് എന്തുകൊണ്ടാണ് യേശു ഇവിടെ യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. यीशु मसीह ने कहा कि वो रोटी हैं, യേശു പറഞ്ഞു ഞാൻ അപ്പമാണ്, वो ज्योति हैं, ഞാൻ വെളിച്ചമാണ്. और आज पढ़े हुए वचन में वो कह रहे हैं कि मैं द्वार हूँ. എന്നാൽ ഇന്ന് വായിച്ച വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ഞാൻ വാതിലാകുന്നു. तो यहाँ पे ये दुनिया में ये सब पाए जाने वाली या आम तौर पे दिखने वाली चीज़ें हैं. ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. तो यीशु मसीह को इस जगत में आने की ज़रूरत क्यों पड़ी? അപ്പൊ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരേണ്ട കാര്യം എന്തായിരുന്നു? अभी आज हमने सुबह एक गीत को गाया, गॉड सेंट हिज सन. നാം ഇവിടെ രാവിലെ പാടിയതുപോലെ ദൈവത്തിന്റെ പുത്രനെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചു. ऐसी क्या जरूरत थी परमेश्वर को अपने पुत्र को भेजना पड़ा? എന്തായിരുന്നു കർത്താവിന് ഇത്രയും വലിയ ആവശ്യം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് और അയക്കുവാൻ? मैं और आप जो मसीही हैं, हमें ये जानने की बहुत जरूरत है. ഇത് മനസ്സിലാക്കി ജീവിക്കേണ്ടത് നമ്മുടെ ഒരു വലിയ കർത്തവ്യമാണ് പ്രിയരെ. अभी आज जब हम पढ़ते हैं कि द्वार मैं हूँ, ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഞാനാണ് വാതിൽ എന്ന് കർത്താവ് പറയുമ്പോൾ तो जाहिर तौर से हमारा ध्यान शायद उस दरवाजे की ओर जाएगा. നമ്മുടെ ധ്യാനം ഈ ഡോറിലേക്ക് അല്ലെങ്കിൽ ഈ ചർച്ചിന്റെ ഡോറിലേക്കായിരിക്കും ചിലപ്പോൾ പോകുന്നത്. लेकिन क्या ये द्वार यीशु मसीह है? എന്നാൽ ഈ വാതിലാണോ യേശു കർത്താവ്? तो ये जो बातें हैं, हमें इनको आत्मिक तौर से जानने और समझने की जरूरत. ഈ രൂപകത്തിനെ കർത്താവ് എന്തുകൊണ്ടാണ് യൂസ് ചെയ്തെന്നുള്ള കാര്യം അത് മനസ്സിലാക്കി അതിനെ ആത്മീക അർത്ഥങ്ങൾ ഗ്രഹിക്കേണ്ടത് വളരെ ആവശ്യമാണ്. यीशु मसीह ये द्वार नहीं है. യേശു കർത്താവ് ഏതെങ്കിലും ഒരു കതകോ വാതിലോ അല്ല ഭൂമിയിൽ കാണുന്നത്. लेकिन जो द्वार या के डोर की जो प्रॉपर्टीज हैं, उनको जानने और समझने की आवश्यकता है. ഒരു വാതിൽ എന്താണ് ചെയ്യുന്നത് അതിൻ്റെ കാര്യം മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് യേശു ആരാണെന്ന് നമുക്ക് ഗ്രഹിക്കാനിടയാകുന്നത്. हमें समझना है कि हर एक जगह पे जब हम एंटर होना है तो उसके लिए एक द्वार की जरूरत है. നമുക്ക് എവിടെയെങ്കിലും ഒരു പ്രവേശനം വേണമെങ്കിൽ ആ പ്രവേശനം വേണമെങ്കിൽ ഒരു വാതിൽ ആവശ്യമാണ്. हर एक घर में प्रवेश होने के लिए, किसी बिल्डिंग में प्रवेश होने के लिए, चर्च में प्रवेश होने के लिए, गाड़ियों में प्रवेश होने के लिए, एक देश में आने जाने के लिए एक
पोर्ट ऑफ एंट्री उसकी ज़रूरत होती। എവിടെങ്കിലും നമുക്കൊന്ന് പ്രവേശിക്കണമെങ്കിൽ, ഒരു ഭവനത്തിലോ ഒരു രാജ്യത്തിലോ ഒരു സ്ഥലത്ത് പ്രവേശിക്കണമെങ്കിൽ ഒരു വാതിലുണ്ട്. ആ വാതിലുണ്ടെങ്കിൽ മാത്രമേ അകത്ത് നമുക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. मेरे और आपके अंदर भी एक द्वार है। ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും വാതിലുകളുണ്ട്. हमारे मनों में हमारे दिल का एक द्वार है करके ये बात हमें समझनी। നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഹൃദയത്തിന്റെ അകത്തും ചില വാതിലുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. रेवलेशंस 3 का 20 में इस तरह से लिखा है, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, देख मैं द्वार पर खड़ा हुआ खटखटाता हूँ, यदि कोई मेरा शब्द सुनकर द्वार खोलेगा तो मैं उसके पास भीतर आकर उसके साथ भोजन करूंगा और वे मेरे साथ। 3:20 പറയുന്നത്, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും എന്ന് യേശു കർത്താവ് പറയുക. तो यहाँ पे हम साफ तौर पे देख सकते हैं कि यीशु मसीह हमारे दिलों के द्वार को जो है वो खटखटाता है। ഇവിടെ വാതിൽ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ വാതിലിനെയാണ് യേശു തമ്പുരാൻ മുട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. आज यहाँ पे इस चर्च में बैठे हुए हम सभी लोग, हमारे दिल के द्वार पर भी यीशु मसीह ने एक दिन खटखटाया। ഇതുപോലെ നമ്മുടെ ഹൃദയത്തിലും യേശു കർത്താവ് വാതിക്കൽ വന്ന് മുട്ടുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. यीशु मसीह के सुसमाचार के द्वारा और पवित्र आत्मा के द्वारा हमने उस द्वार को खोला और यीशु मसीह को अंदर आमंत्रित किया। ആ കർത്താവിന്റെ വചനം കേട്ട് ഹൃദയം തുറക്കുന്നവർക്ക് കർത്താവിനോടുകൂടെയുള്ള കൂട്ടായ്മയുണ്ടെന്നുള്ള വാക്തത്വവും അവിടെ നമുക്ക് കാണാൻ കഴിയും. तो ये बात को हमें अपने इस ध्यान में रखना है। हम आगे बढ़ते हैं। അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കി നമുക്ക് മുമ്പോട്ട് ഈ വചനത്തെ ഒന്ന് മനസ്സിലാക്കാം. ये जो स्टेटमेंट है जॉन 10, ये एकदम जॉन 9 के बाद जो है यीशु मसीह 10 का अगर आप 1 से लेकर 10 तक जब आप पढ़ेंगे तो वो इस इलस्ट्रेशन को आप ठीक से समझ पाएंगे। ഈ 10-ാം അധ്യായം അതിൻ്റെ 1 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് സൂക്ഷ്മമായി നോക്കുമ്പോൾ ഈ രൂപകത്തെ നല്ലതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. उसका साथ में इस तरह से लिखा है कि मैं तुमसे सच सच कहता हूं, भेड़ों का द्वार मैं हूं। അതിന്റെ 7-ാമത്തെ വാക്യം പ്രിയരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു എന്ന്. तो जीसस इज सेइंग कि ही इज द डोर ऑफ द शीप। യേശു ഇവിടെ പറയുന്നത് ഞാൻ ആടുകളുടെ വാതിലാകുന്നു എന്നാണ്. तो ये इलस्ट्रेशन को हमें थोड़ा समझने की जरूरत है। അപ്പോൾ ഈ രൂപകത്തെ അല്ലെങ്കിൽ ഈ ഉപമയെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. उस जमाने में जो है भेड़शालाएं हुआ करती थी। ആ കാലഘട്ടത്തിൽ വലിയ ആട്ടിൻ ഫ്ലോക്ക് അല്ലെങ്കിൽ ഈ ആടുകളെ പാർപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. और शेपर्ड्स हुआ करते थे। അവിടെ ഇടയന്മാരുണ്ടായിരുന്നു. भेड़ हुआ करती थी। അവിടെ ആടുകളുണ്ടായിരുന്നു. तो ज्यादा करके जो है शहर के बाहर एक बहुत सा एक बड़ा सा एक शीप फोल्ड हुआ करता था। അപ്പോൾ ഈ ഇടയന്മാര് ആടുകളെ അവരുടെ പൊതുവായ സ്ഥലത്തിലേക്ക് കൊണ്ടുപോയി ഈ ആടുകൾക്ക് മേച്ചിൽ കണ്ടെത്തി അവർക്ക് കൊടുക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയും. जहाँ पे सभी चरवाहों के जो भेड़ है वो वहाँ पे रखी जाती थी। അപ്പോൾ അനേക ഇടയന്മാര് തൻ്റെ ആടുകളെ ഇങ്ങനെയുള്ള തുറയായ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവർക്ക് മേച്ചിൽ കണ്ടെത്തി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. और सुबह जो है वो चरवाहा आता था और वो अपनी भेड़ को आवाज लगाता था। അപ്പോൾ രാവിലെ വന്ന് ഈ ആടുകളെ പേർ ചൊല്ലി വിളിക്കും ഈ ഇടയൻ. और भेड़ों की खासियत ये है कि वो अपने चरवाहे की आवाज को सुनकर पहचान लेती। അപ്പോൾ ഈ आടുകൾ ഈ ഇടയന്റെ ശബ്ദത്തെ കേട്ട് മനസ്സിലാക്കി ഈ ആടുകൾ ഇടയന്റെ പിന്നാലെ ചെല്ലുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. भेड़ या शीप को अगर आप गूगल करेंगे तो आपको पता चलेगा कि ये भेड़ जो है बहुत ही बेवकूफ किस्म का एक जानवर है। ഈ ആടിനെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫൂളിഷ് ഒരു ആനിമൽ ആണ്, അല്ലെങ്കിൽ അത്ര ബുദ്ധിയില്ലാത്ത ഒരു മൃഗമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. लेकिन एक खासियत जो इस शीप की होती है वो ये है कि वो अपने चरवाहे की आवाज को पहचान लेती है. എന്നാൽ ഈ ആടിന്റെ ഒരു ഗുണം എന്ന് നമ്മൾക്കിവിടെ കാണുമ്പോൾ ഈ ഇടയന്റെ ശബ്ദത്തെ നല്ലതുപോലെ മനസ്സിലാക്കുന്ന ഒരു മൃഗമാണ്. तो 1 से 10 जब हम पढ़ते हैं यूहन्ना 10 का 1 से 10, उसमें एक्चुअली देयर आर 2 illustrations. ഈ 10-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളിൽ 2 ഇലിസ്ട്രേഷൻസ് അല്ലെങ്കിൽ 2 ഉപമകളെ നമുക്ക് കാണാൻ കഴിയും.
1 से लेकर 5 तक एक इलस्ट्रेशन है। 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങളിൽ ഒന്നാമത്തെ രൂപകം കാണാൻ കഴിയും. उसके बाद जब हम 6 पढ़ते हैं, उसने यीशु ने उनसे ये दृष्टांत कहा, परंतु वे न समझे कि वे क्या बातें हैं जो वे हमसे कहता है. 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞ് എന്ന് തങ്ങളോട് പറഞ്ഞത് എന്ന് അവർ ഗ്രഹിച്ചില്ല എന്ന് നമുക്ക് കാണാം. फिर वो यीशु जो है उस इलस्ट्रेशन को एक दूसरी तरीके से वो पेश करते हैं. അതിനുശേഷം 7 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളിൽ ആ സാദൃശ്യത്തെ വേറൊരു രീതിയിലേക്ക് യേശു അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. हम इसके कॉन्टेक्स्ट में आते हैं. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു പശ്ചാത്തലത്തേക്ക് വരാം. इसका कॉन्टेक्स्ट में हमें समझने के लिए इसका यूहन्ना चैप्टर 9 को समझना पड़ेगा. ഇതിന്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കണമെങ്കിൽ 9-ാം അധ്യായം നമുക്ക് എടുക്കേണ്ട ആവശ്യമുണ്ട്. हमने पिछले कुछ हफ्तों से 7 से लेकर यूहन्ना 7 टू यूहन्ना 9 जो है हमने देखा था. यीशु मसीह जो है मंदिर के अंदर कुछ बातों को करते हुए हमने इन बातों को देखा. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 7 തൊട്ട് 9 വരെയുള്ള അധ്യായങ്ങളിൽ ആലയത്തിന്റെ അകത്ത് യേശു സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കാണുവാനിടയായി. सॉरी, जॉन 7 और 8 में. യോഹന്നാൻ 7-ഉം 8-ഉം. उसके आखिर में 8 के आखिर में हम देखते हैं कि वो लोग उसे मारने के लिए पत्थर उठाते हैं, इसलिए यीशु जो है छिपकर मंदिर से निकल जाते हैं. 8-ാം അധ്യായം 59-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു, യേശു മറഞ്ഞ് ദൈവാലയം വിട്ടുപോയി എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. और 9 का 1 में हम पढ़ते हैं कि जाते हुए उसने एक मनुष्य को देखा जो जन्म से अंधा था. 9-ന്റെ 1-ൽ പറയണം, അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു എന്ന് നമുക്ക് കാണാൻ കഴിയും. तो जब हम पूरा चैप्टर 9 हम पढ़ेंगे, उसमें हम देखते हैं कि ये जन्म से अंधे इस व्यक्ति को यीशु मसीह उसको चंगाई देते हैं, उसको आँखों की रोशनी जो है उसको देते हैं, और फिर उसको दोबारा से यीशु मसीह उससे मिलते हैं और अपने आप को उस पर जाहिर करते हैं, और वो अंधा व्यक्ति जो है यीशु मसीह को जो है दंडवत करता है. 9-ാം അധ്യായം മുഴുവനും നമ്മളൊന്ന് പരിശോധിച്ചാൽ ഈ കുരുടനായിരിക്കുന്ന ജന്മനാ കുരുടനായിരിക്കുന്നവനെ സൗഖ്യമാക്കി അവൻ്റെ കണ്ണുകൾക്ക് കാഴ്ച കൊടുക്കുന്ന ഒരു അത്ഭുതത്തെ മാത്രമല്ല യേശുവിനെ പോലും അവൻ കാണുന്ന ഒരു രീതിയിലേക്ക് വന്നു എന്ന് 9-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാം. चैप्टर 9 को यूहन्ना ने अपनी इस इंजील में रखा है इस बात को समझाने के लिए कि 2 प्रकार का अंधापन होता है. ഈ 9-ാം അധ്യായം നമ്മളെ ഇവിടെ യോഹന്നാൻ എഴുതിയിരിക്കുന്നതിന്റെ ഉദ്ദേശം 2 വിധത്തിലുള്ള അന്ധതയുണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ്. एक शारीरिक अंधापन है और एक आत्मिक अंधापन. ഒന്ന് ശാരീരികമായിരിക്കുന്ന ഒരു അന്ധതയുണ്ട്. तो शारीरिक अंधापन को यीशु मसीह ने उसको चंगाई दी. ആ ശാരീരികമായിരിക്കുന്ന ആ അന്ധത യേശു കർത്താവ് സൗഖ്യമാക്കി. लेकिन फिर उसके बाद यीशु मसीह उस अंधे व्यक्ति से मिलते हैं और दोबारा से अपने आप को उस पर प्रकट करते हैं, और वो व्यक्ति जो है यीशु मसीह को വർഷിപ്പ് करता है करके हम वचन में देखते हैं. എന്നാൽ അടുത്തതായിട്ട് അവന്റെ ആത്മീക അന്ധതയെ കർത്താവ് മാറ്റി അവന് സൗഖ്യം കൊടുത്ത് യേശുവിനെ അവൻ ഗ്രഹിക്കുകയും യേശുവിനെ അവൻ ആരാധിക്കുന്നതായിട്ട് നമുക്ക് 2-ാമത്തെ ഭാഗത്തിൽ കാണാം. लेकिन इन सब के बीच में जो फरीसी लोग थे वहां पर, എന്നാൽ ഇതിന്റെ ഇടയ്ക്കായിരിക്കുന്ന പരീശന്മാരെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ वो इस बात को नहीं समझ पाए. അവർക്ക് ഈ കാര്യം ഒരിക്കലും ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. उनको चाहिए था कि एक व्यक्ति जो जन्म से अंधा था उस पर परमेश्वर की इतनी बड़ी दया हुई है, तो उनको जो है इस बात को लेकर दे शुड बी സെലിബ്രേറ്റിംഗ്. ഈ ജന്മന അന്ധനായിരിക്കുന്ന ഇവന് സൗഖ്യം കിട്ടിയപ്പോൾ ആ സൗഖ്യം കണ്ട് സന്തോഷിക്കേണ്ടതിന് പകരം പരീശന്മാര് ഇവിടെ അവനെ കുറ്റം ചുമത്തുന്നതായിട്ട് നമുക്ക് കാണാം. लेकिन हम उनके व्यवहार को या फिर उनके स्वभाव को देखते हैं तो हम देख पाते हैं कि वो यीशु मसीह से और ज्यादा खफा हो जाते हैं. ഈ സ്വഭാവം പരീശന്റെ സ്വഭാവം നോക്കിക്കേ, അവൻ ഇത് കണ്ടിട്ട് സന്തോഷിക്കാൻ കഴിയുന്നില്ല. അവൻ ഇത് കണ്ടിട്ട് യേശുവിനെ അല്പം കൂടെ ദ്വേഷിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാം. यीशु मसीह की बातें उन्हें पसंद नहीं है. യേശു പറയുന്ന കാര്യം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. यीशु करते हुए काम उन्हें पसंद नहीं है. യേശു പറയുന്ന കാര്യം അവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. तो हम यहाँ पे साफ तौर से देख सकते हैं कि जो रिलीजियस लीडर्स थे उस जमाने के, उनको जो काम करना था, दे वर सपोज टू बी द शेपर्ड्स,
उनको जो काम करना था वो उस कामों को ठीक से नहीं कर रहे। ഈ യഹൂദ ലീഡേഴ്സ് അല്ലയോ ഈ അന്ധനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരേണ്ടത്? അതല്ലായിരുന്നു അവരുടെ ജോലി, അതല്ലായിരുന്നു അവരുടെ കർത്തവ്യം. യേശുവിൻ്റെ അടുക്കലേക്ക് ഇവർ കൊണ്ടുവരാതെ യേശുവിൽ നിന്ന് തടയുന്ന, അല്ലെങ്കിൽ യേശുവിൻ്റെ അടുക്കലേക്ക് വരാൻ കഴിയാതെ വണ്ണം ഇവരെ തടയുന്ന ലീഡേഴ്സിനെയാണ്, ഇടയന്മാരെയാണ് 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. सच्चे चरवाहा कौन है? യഥാർത്ഥ ഇടയൻ ആരാണ് പ്രിയരെ? जिन्हें ये जिम्मेदारी दी गई है कि अपने भेड़ों को सही से चराओ. യഥാർത്ഥ ഇടയന്റെ ഒരു ജോലി എന്ന് പറയുന്നത് ആടുകളെ യഥാർത്ഥമായി കർത്താവിൻ്റെ അടുക്കലേക്ക് നയിക്കുക എന്നുള്ളതാണ്. उसकी रिस्पॉन्सिबिलिटी है कि वो यीशु के पास लेके जाए. യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകുക, അല്ലാതെ യേശുവിൽ നിന്ന് മറയ്ക്കുക അല്ല അവരുടെ ജോലി. लेकिन यहाँ पे साफ तौर पर फरीसी लोग जो है उस अंधे व्यक्ति को यीशु के पास आने से रोकते हैं. എന്നാൽ ഇവിടെ കാണുന്ന ഇടയന്മാര്, ഇസ്രായേലിന്റെ ഇടയന്മാര് യേശുവിന്റെ അടുക്കലേക്ക് ഈ ആടുകളെ അല്ലെങ്കിൽ ഈ അന്ധനായിരിക്കുന്ന മനുഷ്യനെ വിടുന്നില്ല. अब हम अगर 9 का 24 और 25 पढ़ते हैं, ആ 9-ാം അധ്യായത്തിന്റെ 24-ഉം 25-ഉം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, तब उन्होंने उस मनुष्य को जो अंधा था दूसरी बार बुलाकर उससे कहा, परमेश्वर की स्तुति कर, हम तो जानते हैं कि वह मनुष्य पापी है. यीशु के विषय में कह रहे हैं कि वह मनुष्य पापी है. കുരുടനായിരിക്കുന്ന മനുഷ്യനെ അവർ രണ്ടാമത്തെ വട്ടം വിളിച്ചിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക, ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് ഈ മനുഷ്യനോട് പറയുകയാണ്. 9 का 28 में भी हम पढ़ते हैं, 9-ന്റെ 28-ൽ നമുക്ക് കാണാൻ तब കഴിയും, वे उसे बुरा भला कहकर बोले, तू ही उसका चेला है, हम तो मूसा के चेले हैं. അപ്പോൾ അവർ അവനെ ശകാരിച്ച്, നീ അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ എന്ന് അവരോട് പറയുവാനിടയായി. हम जानते हैं कि परमेश्वर ने मूसा से बातें की, परंतु इस मनुष्य को नहीं जानते कि ये कहाँ का है. ഞങ്ങൾക്കറിയാം മോശയുടെ ദൈവം കർത്താവ് സംസാരിച്ചു എന്ന്, എന്നാൽ ഇവൻ എവിടുന്നു വരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് ഈ പരീശന്മാര് ഈ അന്ധനായിരിക്കുന്ന മനുഷ്യനോട് तो പറയുക. साफ तौर पे हम देख सकते हैं कि ये यीशु मसीह से जो है ये फरीसी लोग घृणा करते हैं. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്രായേലിന്റെ ഇടയന്മാര് യേശുവിനെ ശകാരിക്കുക മാത്രമല്ല, ഈ കുരുടനായിരിക്കുന്ന മനുഷ്യനെ ശകാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. यीशु मसीह की बातें या उसके काम इनको समझ में नहीं आ रहे. യേശു പറയുന്ന വചനമോ യേശു ചെയ്യുന്ന പ്രവൃത്തിയോ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. अगर 8 का 43 अगर हम पढ़ते हैं, 8-ന്റെ 43-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, यीशु मसीह उनसे कहते हैं, तुम मेरी बात क्यों नहीं समझते? നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ വചനത്തെ നിങ്ങൾക്ക് ഗ്രഹിക്കാതിരിക്കാൻ കഴിയുന്നത്? इसलिए कि तुम मेरा वचन सुन नहीं सकते. എൻ്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലായകൊണ്ടത്രേ എൻ്റെ വചനങ്ങളെ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയാതിരിക്കുന്നത്. तो इन्होंने अपने आप को जो है यीशु मसीह के बातों से और यीशु मसीह के जो कामों से जो है अपने आप को ये लोग बंद किया हुआ, या फिर दे आर ब्लाइंड. അവരെ തന്നെ അവരുടെ കണ്ണുകളെ കുരുടാക്കി കളഞ്ഞിരിക്കുകയാണ്. അതായത് യേശുവിൻ്റെ വചനത്തോടോ യേശുവിൻ്റെ പ്രവൃത്തിയോടോ ഒരു നിസ്സംഗ മനോഭാവം കാണിച്ച് അവരെ തന്നെ കുരുടന്മാരാക്കിയ ഇടയന്മാരാണ് ഇസ്രായേലിൻ്റെ ഈ ഇടയന്മാർ, പരീശനും ശാസ്ത്രിയും. 9 का 34 में हम देखते हैं, 9-ന്റെ 36-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, उन्होंने उसको उत्तर दिया, तू तो बिल्कुल पापों में जन्मा है, तू हमें क्या सिखाता है? और उन्होंने उसे बाहर निकाल दिया. 9-ന്റെ 34-ാമത്തെ വാക്യം അവിടെ നമ്മൾ കാണുമ്പോൾ, ഈ കുരുടനായിരിക്കുന്നവനോട് ഈ ഇടയന്മാർ എന്താണ് ചെയ്തത്? അവർ അവനോട്, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി കളഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയും. तो इन्हें जिन्हें ये रिस्पॉन्सिबिलिटी दी गई थी उसकी देखभाल करने की, इन्होंने उसको जो है ये रिलीजियस लीडर्स ने उस अंधे व्यक्ति को जो है सिनेगॉग से बाहर निकाल दिया. അപ്പോൾ ഒരു കാര്യം പ്രിയരെ ശ്രദ്ധിക്കണമേ, ഈ ഇടയന്റെ ജോലി എന്തായിരുന്നു? ആടുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്, ആടുകളെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. എന്നാൽ വിപരീതമായി ഇവിടെ നടക്കുന്നത്, യേശുവിനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഈ കുരുടനായിരിക്കുന്നവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. तो सच्चा लीडर कौन है करके इस बात में हमें इन बातों से हमें समझने की जरूरत है. അപ്പോൾ ഒരു യഥാർത്ഥ ലീഡർ അല്ലെങ്കിൽ യഥാർത്ഥ ഒരു ഇടയൻ ആരാണ് എന്നുള്ള കാര്യം നമുക്കിവിടെ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. उसको एक आत्मिक विजन होगा, एक स्पिरिचुअल इंसाइट होगी. ഒന്ന്, തനിക്കൊരു ആത്മീകമായിരിക്കുന്ന ഒരു ദർശനമുണ്ടാകും. वो परमेश्वर के वचन से भरा हुआ होगा. ദൈവത്തിന്റെ വചനം താൻ ഗ്രഹിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനായിരിക്കും. और उसकी जो बुलावट है वो केवल और केवल उसकी जो कांग्रेगेशन है उसको यीशु को
प्रस्तुत करने या फिर यीशु के पास लेके जाने की उसकी रिस्पॉन्सिबिलिटी। ഇടയന്റെ ജോലി എന്ന് പറയുന്നത് തൻ്റെ ആടുകളെ യേശുവിൻ്റെ അടുക്കിലേക്ക് നയിക്കുക എന്നുള്ള കർത്തവ്യമാണ് ഇടയന്റെ ജോലി എന്ന് നമുക്ക് അടുത്തതായിട്ട് കാണാൻ കഴിയും. So a true leader will feed and care and protect his sheep. യഥാർത്ഥ ഒരു ഇടയൻ തൻ്റെ ആടുകളെ മേച്ചിൽ കണ്ടെത്തി അതിനെ പോഷിപ്പിക്കുകയും അതിനെ കാത്തു സൂക്ഷിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്നതിന് യാതൊരു സംശയമില്ല. आइए हम दोबारा से यूहन्ना 10 में आएंगे। മടങ്ങി നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് മടങ്ങി तो വരാം. जैसा मैंने कहा, जो उसका फर्स्ट पार्ट है जॉन 10 1 से लेके 5 तक, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യോഹന്നാൻ 10:1-5 വരെയുള്ള വാക്യങ്ങളിൽ उसमें जो है यीशु मसीह जो है हमें उस कॉमन शीप फोल्ड में से या फिर कॉमन जो भेड़शाला है जिसको हम दुनिया कह सकते हैं उसमें से हमें वो बुलाता है, बाहर बुलाता है। 10:1-5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത് തൻ്റെ ആടുകളെ ദൈവം അല്ലെങ്കിൽ യേശു കർത്താവ് പേർ ചൊല്ലി വിളിച്ച് അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. उसके बाद जो है 7 से लेके 10 तक जो है यीशु मसीह हमें उस भेड़शाला में लेके जाता है जहां पे वो अपनी भेड़ों को रखता है। 7-10 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പുറത്തു കൊണ്ടുവന്ന ആടുകളെ തൻ്റെ ആ കൂട്ടത്തിലേക്ക് ആക്കി വെച്ച് താൻ അവർക്ക് ഇടയനാകും എന്നുള്ള കാര്യമാണ് 7-10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. और इस भेड़शाला का अगर मैं आपको एक चित्र दूं, ഈ ആട്ടിൻ തൊഴുത്തിനെ കുറിച്ചുള്ള ഒരു പിക്ചർ നമ്മളൊന്ന് നോക്കിയാൽ तो ये भेड़शाला जो है शहर के आसपास नहीं है, ये बाहर जंगलों में या फिर जहाँ पे वो चरवाहा उनको भेड़ों को चराने लेके जाता है वहाँ पे एक मेकशिफ्ट एक शीप फोल्ड है करके ये बात आपको समझनी है। ഈ ആടുകളെ ഇടയന്മാർ വല്ലപ്പോഴും തൻ്റെ സ്ഥലത്തിൽ നിന്ന് മാറ്റി വെളിയിലേക്ക് അവരെ കൊണ്ടുപോകും. അത് അവിടെ പണിയപ്പെട്ടിരിക്കുന്ന ഈ ആടുകൾക്കുള്ള ഭവനം അവിടെ ഇല്ല. അവിടെ താൽക്കാലികമായി കല്ലുകളെ ആ ഇടയൻ കൂട്ടി വെച്ചിട്ട് ആ ഒരു മതില് താൽക്കാലികമായി ഉണ്ടാക്കിയിട്ട് ആടുകളെ അതിൻ്റെ ഉള്ളിലേക്കാക്കും. एक पत्थरों का एक बाउंड्री सा बना के और एक छोटा सा पैसेज उसमें वो चरवाहा रखता है और वो चरवाहा खुद जो है उस छोटे से जो एंट्रेंस में जो है वो चरवाहा बैठकर अपने भेड़ की रखवाली करता है। കല്ലുകളെ എടുത്തിട്ട് 4 സൈഡും ഒരു മതിലൊക്കെ ഉണ്ടാക്കി ഒരു ചെറിയ എൻട്രൻസ് ഉണ്ടാക്കും. പക്ഷേ വാതിലില്ല, കാരണം ഇത് വെളിയിലുള്ള സ്ഥലമാണ്. ആ വാതിൽക്കൽ ഈ ഇടയൻ തന്നെ അവിടെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. तो जैसा हमने कहा कि हमारे मन का या फिर हमारे दिल में भी जो है प्रवेश होने के लिए एक द्वार है। ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് ദൈവവചനം കയറുവാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തും വാതിലുണ്ട്. अंग्रेजी में एक कहावत है, ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, a way to a man's heart is through his stomach. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ തൻ്റെ ആ വയറിൽ കൂടെ പ്രവേശിക്കേണ്ടത് ആവശ്യം, അല്ലെങ്കിൽ ത്രൂ ദ സ്റ്റമക്ക് എന്നാണ് ആ ചൊല്ലിൻ്റെ അർത്ഥം. हम शायद इसे लाइटली ले सकते हैं लेकिन ये एक गंभीर बात है. എന്നാൽ ഇത് നമ്മൾ ലൈറ്റ്ലി എടുത്താലും ഇതൊരു വലിയ ഗംഭീരമായിരിക്കുന്ന ഒരു വിഷയമാണ്. हमें ये याद रखना है कि जो पहला पाप हुआ था वो भी एक देयर वाज अ फ्रूट, यानी कि एक खाने की चीज़ थी. നമുക്കറിയാം, ആദ്യം നടന്ന ആ പാപം എന്ന് പറയുമ്പോൾ ഒരു ഫലം കഴിച്ചിട്ടാണ് പാപത്തിലേക്ക് വീണ എന്ന് നമുക്കറിയാം. हम जानते हैं कि यीशु मसीह की जो 3 टेम्पटेशंस थी उसमें भी पहला जो है, जो शैतान जो यीशु मसीह के सामने लाता हुआ टेम्पटेशन है, उसमें भी वो कहता है कि इन पत्थरों को जो है तू रोटी बना दे. ഈ യേശുവിൻ്റെ എതിരെ വന്ന പിശാചും നടത്തിയ ടെംപ്റ്റേഷൻ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അപ്പത്തെ കൊണ്ട് കല്ലിനെ അപ്പമാക്കുക എന്നുള്ള ഒരു ടെംപ്റ്റേഷൻ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഫുഡ് ഈസ് എ ബിഗ് ടെംപ്റ്റേഷൻ. ഈ ആഹാരം എന്നുള്ളത്, ഫുഡ് എന്നുള്ളത് വളരെ വലിയൊരു ടെംപ്റ്റേഷൻ ആണ്. യേശു मसीह ने किस तरह से उस टेम्पटेशन को जीता हम सभी जानते हैं. യേശു എങ്ങനെയാണ് ആ ടെംപ്റ്റേഷനെ ജയിച്ചു എന്ന് നമുക്കറിയാം. और कहीं ना कहीं वही बात है जिसमें यीशु मसीह का जो पहला आई एम स्टेटमेंट है वो कहता है कि आई एम द ब्रेड ऑफ लाइफ. അപ്പോൾ യേശു പറയുകയാണ്, ആ ആഹാരത്തെ കുറിച്ച് പറയുകയാണ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന്. जीवन की रोटी मैं हूं करके यीशु मसीह कहता है. ജീവന്റെ അപ്പമാകുന്നു എന്ന് യേശു അവിടെ പറയുകയാണ്. और 3 से 20 मुखाशवा 3 से 20 जो हमने पढ़ा उसमें भी यही था कि यीशु मसीह जब द्वार पर खटखटाता है तो मैं उसके पास भीतर आकर उसके साथ भोजन करूंगा और वह मेरे साथ करके प्रभु का वचन हमें सिखाता है.
വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത്, വാതിക്കൽ വന്ന് മുട്ടുന്ന യേശുവിൻ്റെ ആ ശബ്ദത്തെ കേട്ട് യേശുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് യേശുവിനുമായിട്ട് ബന്ധമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. तो भोजन करना, यीशु के साथ भोजन करना, ये वास्तविक भोजन नहीं है, इट्स अ फेलोशिप. ഈ യേശുവിനോട് കൂടെ അത്താഴം കഴിക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു വാസ്തവമായി അത്താഴം കഴിക്കുന്നതിനെ കുറിച്ചല്ല, ഒരു കൂട്ടായ്മയാണ് എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. मैंने कहा कि जब यीशु मसीह कहता है मैं द्वार हूं, तो हमें ये दरवाजों को देखकर नहीं समझ लेना है कि यीशु मसीह इस तरह का कोई दरवाजा है. ഈ ഞാൻ വാതിലാകുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ ഈ നമ്മൾ കാണുന്ന വാതിൽ എന്നല്ല നമ്മുടെ മനസ്സിൽ വരേണ്ടത്. പ്രത്യുത യേശുവിനോട് കൂടെ നാം പ്രവേശിച്ച് യേശുവുമായിട്ടുള്ള കൂട്ടായ്മ ആചരിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. यीशु मसीह कौन सा दरवाजा है, वो उस बात को जो है अब हम देखने जा रहे हैं. യേശു എങ്ങനെയുള്ള വാതിലാണ് എന്നാണ് നമ്മൾ മുമ്പോട്ട് നോക്കാൻ പോകുന്നത്. दोबारा से उस वचन में आते हैं, उसको मैं दोबारा से पढ़ता हूँ. വേഗം 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് ഒന്നുകൂടെ വരാം. यीशु मसीह कहते हैं कि द्वार मैं हूँ. ഞാൻ വാതിൽ ആകുന്നു എന്ന് യേശു പറഞ്ഞു. आई एम दी डोर करके इंग्लिश में लिखा गया है. ഞാൻ വാതിൽ ആകുന്നു എന്ന് പറയുകയാണ്. बहुत सारे दरवाजे नहीं हैं. യേശു ഇവിടെ പറയുമ്പോൾ या फिर ഒത്തിരി വാതിലുകൾ ഉണ്ടെന്നല്ല യേശു പറയുന്നത്. या फिर आप किसी भी दरवाजे से प्रवेश कर सकते हैं, ऐसा नहीं लिखा है. നിങ്ങൾ ഏതെങ്കിലും വാതിൽ കൂടെ പ്രവേശിക്കുക എന്നല്ല യേശു പറയുന്നത്. आगे जो है और भी दरवाजे आ सकते हैं करके ऐसा भी यीशु मसीह नहीं कहते हैं. യേശു പറയുക വേറൊരു ഓപ്ഷൻ ഉണ്ടെന്നല്ല യേശു ഇവിടെ പറയുന്നത്. तो यीशु मसीह ही केवल एकमात्र द्वार है करके यहाँ पे वचन हमें सिखाता है. ഒന്നാമത്തെ പാഠം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വാതിൽ ഒന്നേ ഉള്ളൂ, അത് യേശു കർത്താവാണ് എന്നാണ് ഒന്നാമത്തെ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത്. हम जानते हैं मत्ती के सुसमाचार में केवल 2 रास्तों को बताया गया था. മത്തായി എഴുതിയ സുവിശേഷത്തിൽ 2 വഴികളെ നമുക്ക് കാണാൻ കഴിയും. एक जो सुकड़ा रास्ता है उसके लिए एक सकड़ा फाटक है, और जो चौड़ा रास्ता है उसके लिए एक ब्रॉड गेट है करके हम वहां पे देखते हैं. 2 വഴിയും 2 വാതിലും ഉണ്ട് നമുക്കറിയാം. ഒന്ന് വിശാല വഴിയും വിശാല വാതിലും ഉണ്ട്. 2 ഇടുക്കമുള്ള വഴിയും ഇടുക്കമുള്ള പ്രവേശന സ്ഥലവും ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. परमेश्वर ने 2 बातों को बनाने के लिए पुराने नियम में कहा था. കർത്താവ് 2 കാര്യത്തെ दो चीजों को बनाने के लिए परमेश्वर ने पुराने नियम में कहा था. പഴയ നിയമത്തിൽ 2 കാര്യത്തെ ഉണ്ടാക്കുവാൻ വേണ്ടി കർത്താവ് പറഞ്ഞു. काफी डिटेल्ड में उसको बनाने के लिए परमेश्वर ने कहा था. क्या आप बता सकते हैं क्या थी वो 2 चीजें? ആ 2 കാര്യം ഏതാണ്? വളരെ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞ 2 കാര്യം ഏതാണെന്ന് പറയാൻ പറ്റുമോ? नोआज़ार्क एंड दी टैबरनेकल. बहुत डिटेल्ड में परमेश्वर ने नूह को भी और मूसा को भी उसको किस तरह से बनाना है करके परमेश्वर ने उनको बताया था. മോശയോട് പറഞ്ഞ ആ ടാബർനാക്കിൾ അതാണ് ഡീറ്റെയിൽ ആയിട്ട് ദൈവം തന്നോട് പണിയാൻ പറഞ്ഞത്. और दोनों में जो एक बात कॉमन थी वो ये थी कि दोनों में जो है प्रवेश का द्वार जो है केवल एक था. ഈ ആലയത്തിന്റെ പ്രവേശനം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രവേശന സ്ഥലം കേവലം ഒറ്റ സ്ഥലമേ ഉള്ളൂ. सो द डोर, परमेश्वर का जो राज्य का जो एक एंट्रेंस है उसके लिए भी केवल और केवल एक ही द्वार है. ഇതുപോലെ ദൈവരാജ്യത്തിലേക്കും പ്രവേശിക്കേണ്ടതിന് പല വാതിലുകളില്ല, അല്ലെങ്കിൽ പല ഡോർസ് ഇല്ല, പക്ഷെ ഒറ്റ വാതിലേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. तो इस वचन से हमें इस बात को समझना है कि केवल और केवल हमारे उद्धार के लिए एक ही दरवाजा है, और यीशु मसीह कहते हैं कि मैं ही वो द्वार हूं. ഈ കർത്താവ് പറയുകയാണ്, രക്ഷിക്കപ്പെടുവാൻ പല വാതിലുകളില്ല, രക്ഷിക്കപ്പെടുവാൻ ഭൂമിയിലും സ്വർഗത്തിലും ഒറ്റ വാതിലേ ഉള്ളൂ, അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തുവാണ്. So जीसस प्लस करके अगर कुछ आपको लगता है तो वो बात जो है वो प्लस को आप हटा दें. യേശുവും പ്ലസ് അല്ലെങ്കിൽ യേശുവിനോട് കൂടെ എന്തെങ്കിലും ചേർത്തിട്ട് എനിക്ക് ചെല്ലാം എന്ന് നമ്മൾ ചിന്തിക്കേണ്ട, നിരൂപിക്കേണ്ട. യേശു മാത്രമാണ് പിതാവിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാനുള്ള ഏക മാർഗം, ഏക വാതിൽ. फॉल्स लीडर्स की यही एक प्रॉब्लम थी. उनको लगा कि यीशु मसीह भी प्लस आपको ये बातें भी करनी है आपको अगर उस साल्वेशन में प्रवेश होना है. ഒരു വ്യാജ ആയിരിക്കുന്ന ഒരു ലീഡർ അല്ലെങ്കിൽ യഥാർത്ഥ ദൈവവചനം പഠിപ്പിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ യേശുവിനോട് കൂടെ വേറെ എന്തെങ്കിലും വേണം പ്രവേശിക്കാൻ എന്ന് താൻ പഠിപ്പിക്കും. दूसरा वहां पे लिखा है कि यदि कोई मेरे द्वारा भीतर प्रवेश करे. അടുത്തത് ആ പദം നോക്കിക്കേ, 9
വാക്യത്തിൽ എന്നിൽ കൂടെ കടക്കുന്നവൻ, तो जब हम दरवाजे से प्रवेश करते हैं, നാം ഈ വാതിലിൽ കൂടെ പ്രവേശിക്കുമ്പോൾ तो हमें समझना है कि देयर इज अ सेपरेशन, एक अलगदाई वहां पे हो जाती है करके हमें इस बात को समझना है. അതായത് ഒരു റൂമിലേക്കോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോട്ട് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു വേർപാട് നമുക്ക് കാണാൻ കഴിയും. तो दरवाज़ा कई बार इसलिए दिया होता है कि उस तरफ कुछ और है और इस तरफ कुछ और है, उसको बीच में सेपरेट करती हुई चीज़ है एक दरवाज़ा. ഈ ഡോർ, വാതിൽ എന്ന് പറയുമ്പോൾ ഈ സ്ഥലത്തെ തന്നെ സെപ്പറേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. तो बाहर जो है दुनिया है करके आपने समझना है, और अंदर जो है हम मसीह के लोग हैं करके इस बात को समझने की. ലോകവും ദൈവവും ദൈവത്തിന്റെ മക്കളുമായിട്ടുള്ള കൂട്ടായ്മയിൽ വലിയ വേർപാടുണ്ട് എന്ന് ദൈവമക്കൾ So there is മനസ്സിലാക്കുക. a separation from the world. ये बहुत जरूरी है हम सभी मसीही भाई बहनों को समझना. ലോകത്തിനോടുള്ള ബന്ധത്തിൽ നമുക്ക് വേർപാട് പാലിക്കണം എന്നുള്ള കാര്യം നമ്മൾ വളരെ നല്ലതുപോലെ മനസ്സിലാക്കുക. हम बाहर के दुनिया के लोगों की तरह नहीं हो सकते. നാം ലോകക്കാരെ പോലെ ജീവിക്കാൻ കഴിയത്തില്ല. जिन बातों के पीछे वो लोग भागते हैं, हम लोग भी उन बातों के पीछे नहीं भाग सकते. അവർ ഓടുന്നത് പോലെ നമുക്ക് ഓടാൻ സാധ്യമല്ല. रोटी कपड़ा मकान ज्यादा करके जो है दुनिया भागती हुई चीजों के विषय में हम देखते हैं. ലോകം ഈ എന്തിന്റെ പുറകിലാണ് ഓടുന്നത്, എന്ത് കഴിക്കും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും എന്നുള്ള ചിന്തയിലാണ് ലോകം ഓടുന്നത്. അതുപോലെ ദൈവമക്കൾക്ക് അത് മാത്രം അന്വേഷിച്ച് ഓടാൻ സാധ്യമല്ല. लेकिन परमेश्वर का वचन हमें ये नहीं सिखाता है. കർത്താവിന്റെ വചനം നമ്മൾ ഇതല്ല പഠിപ്പിക്കുന്നത്. मत्ती 6:33 में हम देखते हैं कि प्रभु के राज्य की और उसकी रास्तबाजी की खोज करो तो ये सब चीजें जो हैं तुम्हें मिल जाएंगी. ഈ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പരാമർശിച്ചിരിക്കുന്നത്. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. हम इसको इस तरह से समझ सकते हैं. നമുക്കിങ്ങനെ മനസ്സിലാക്കാം ഈ വാക്യത്തെ. क्या हम होटल में जाकर या रेस्टोरेंट में जाकर चटनी ऑर्डर करते हैं? നമ്മൾ ഹോട്ടലിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ ചെന്ന് ചട്നി ഓർഡർ ചെയ്യൂ, हम लोग डोसा ऑर्डर करते हैं. നമ്മൾ ദോശ ഓർഡർ ചെയ്യും. साथ में चटनी और ये सब जो है ये अकम्पनीमेंट्स हैं. ആ ദോശയുടെ കൂടെ ചട്നിയും അതിൻ്റെ കൂടെ വരും. तो ये दुनिया जिन बातों के पीछे भागती है, दोज आर जस्ट अकम्पनीमेंट्स. ഈ ലോകം പോകുന്ന ഈ കാര്യം അല്ലെങ്കിൽ ലോകം അന്വേഷിക്കുന്ന കാര്യം അത് കൂടെ ചേർന്ന് വരുന്ന കാര്യമാണ്. അതായത് ജീവൻ തന്ന ദൈവം അതിന് വേണ്ടത് തരുന്ന ദൈവമാണ്. അതിനെ അന്വേഷിക്കുകയാണ് ലോകം ചെയ്യുന്നത്. ये सब नाशवान चीजें हैं. दुनिया की बातें, दुनिया का प्रेम, दुनिया का लोभ, ये सब नाशवान है. ये सब मिटता जाता है. ये सब अगर हमारे दिल में है तो परमेश्वर का प्यार हमारे अंदर नहीं. ഈ ലോകം ഓടുന്ന അനുസരിച്ച്, ആ ലോകത്തിന്റെ ഗതിക്കനുസരിച്ച് നമ്മൾ ഓടുന്നെങ്കിൽ അത് ലോകം നശിച്ചു പോകുന്നതാണ്. അത് കാര്യം നമ്മൾ तो മനസ്സിലാക്കുക. हम अलग किए हुए लोग हैं, हमें सेपरेट किया गया है. इस बात को हमें अपने ध्यान में रखना है. ലോകത്തിൽ നമ്മളെ വ്യത്യസ്തരാക്കി കർത്താവ് വിളിച്ചിരിക്കുകയാണ്. ആ കർത്താവ് എന്ന വാതിൽ കൂടെ നാം പ്രവേശിച്ച് ദൈവരാജ്യത്തിൽ വന്നവരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. और इस दरवाजे की एक और खासियत है कि दरवाजे के इस तरफ हम लोग सुरक्षित हैं. ഈ വാതിലിന്റെ അടുത്തൊരു പ്രത്യേകത, ഈ വാതിലിന്റെ ഇപ്പുറത്തായിരിക്കുന്നവന് സുരക്ഷിതമാണ്. ये सिक्योरिटी हमें किससे मिलती है? ഈ സുരക്ഷിതം, ഈ സെക്യൂരിറ്റി നമുക്ക് എങ്ങനെ ലഭിക്കുന്നത്? क्योंकि द्वार यीशु मसीह है. കാരണം ഈ വാതിൽ ആരാണ്? യേശു കർത്താവാണ്. आप अपने घर में चाहे जितने भी ताले लगा लें, लेकिन वो घर लुटने से आप लोग बचा नहीं सकते. ഈ ലോകത്തിലുള്ള ഭവനത്തെ നമ്മൾ എത്ര പൂട്ടി വെച്ചാലും അതിനെ തകർക്കാൻ ഈ ലോകത്തിലുള്ള ശക്തികൾക്ക് കഴിയുന്നതാണ്. सबसे सुरक्षित जो जगह हैं या बैंक वॉल्ट्स हैं, ये सब भी, वहां भी बैंकों में भी चोरियां हो जाती हैं, लेकिन हम जिस दरवाजे से प्रोटेक्टेड हैं वो हमें कोई इसके हाथ से नहीं छीन सकता. എൻ്റെ പ്രിയരെ, ബാങ്ക് എന്ന് പറയുന്ന ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന സ്ഥലവും അവിടെ വരെ മുറിച്ച് കടക്കാൻ സാധ്യമാണ് കള്ളൻ. എന്നാൽ യേശുക്രിസ്തു എന്ന വാതിൽ കൂടെ അകത്ത് കടന്ന് വന്ന ദൈവപൈതലിന് ഒരു സുരക്ഷിതമായിരിക്കുന്ന സ്ഥലത്തേക്കാണ് വന്നത്. അവനെ അവിടുന്ന് പറിച്ചു കളയുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് ബോധ്യമുണ്ടാകണം. So we are in the most secured place in the world. ഞാനും നിങ്ങളും ഏറ്റവും നല്ല സെക്യൂർഡ് ആയിരിക്കുന്ന സ്ഥലത്താണ് ആയിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. जब नूह के जमाने में जब बाढ़ आई थी तो उस कश्ती में जो लोग थे वो सब
सुरक्षित थे करके हम वचन से देखते हैं। നോഹയുടെ ആ ജലപ്രളയത്തിൽ ആ ആ ആ വലിയ ബോട്ടിന്റെ അകത്ത് അല്ലെങ്കിൽ വലിയ ആ ഷിപ്പിന്റെ അകത്ത് കടന്നു വന്നിരിക്കുന്നവർ സുരക്ഷിതമായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണാൻ तो കഴിയും. अगर परमेश्वर हमारे जीवन का द्वार है तो हम लोग सुरक्षित हैं। കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ വാതിലെങ്കിൽ നാം സുരക്ഷിതരായിരിക്കുന്നു എന്ന് പ്രിയരെ മനസ്സിലാക്കിക്കൊള്ളണം. आगे वहां पे लिखा है कि यदि कोई मेरे द्वारा भीतर प्रवेश करे तो उद्धार पाएगा। അടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ആ യോഹന്നാൻ 10:9 പറയുകയാണ്, എന്നിൽ കൂടെ കടക്കുന്നവൻ രക്ഷപ്പെടുമെന്ന് പറയുകയാണ്. तो उद्धार पाएगा का मतलब क्या है? എന്താണ് രക്ഷപ്പെടുകന്റെ അർത്ഥം? सैल्वेशन അതാണ് നമുക്ക് പാപമോചനം हमें मिला है। നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ആ രക്ഷ? अगर पिछले कुछ हफ्ते पहले अगर आपको याद हो तो यहाँ पे सैल्वेशन 3 तरीका का है करके हमें बताया गया था। ഈ രക്ഷ എന്നുള്ളത് 3 തലത്തിലുണ്ട് എന്ന് നമുക്ക് കഴിഞ്ഞ നാളുകളിൽ പഠിക്കാനിടയായി. इट्स ए प्रोसेस, इट्स ए कंटिन्यूअस प्रोसेस, हमारे जीवन में होने वाला एक प्रोसेस है करके हमें बताया गया। അതൊരു തുടർമാനമായി നടക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പഠിക്കാനിടയായി. पास्ट में हमें धर्मी ठहराया गया है, जस्टिफिकेशन। കർത്താവ് നമ്മളെ നീതിമാന്മാരാക്കി ആ കഴിഞ്ഞ നാളുകളിൽ. प्रेजेंट sanctification, हम धर्मी होते जा रहे हैं। എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ദൈവം നമ്മളെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സാങ്ക്ടിഫിക്കേഷൻ. और फ्यूचर में जो है एक ग्लोरिफिकेशन का समय है। എന്നാൽ അടുത്ത കർത്താവിന്റെ ആ ദിനത്തിൽ, കർത്താവിന്റെ വരവിൽ നമ്മളെ മഹത്വീകരിക്കുന്ന ദിവസമുണ്ട് എന്ന് നമുക്ക് കാണാൻ और കഴിയും. ये सैल्वेशन हमें किससे है, किस बात से है? ഈ രക്ഷ നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? ये पाप से है। ഈ പാപത്തിൽ നിന്നാണ് നമുക്ക് രക്ഷ. पेनल्टी ऑफ सिन, പാപത്തിന്റെ ആ ശമ്പളത്തിൽ നിന്ന് നമുക്ക് രക്ഷ. फ्रॉम द पावर ऑफ सिन, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമുക്ക് രക്ഷ. एंड कंप्लीट फ्रीडम फ्रॉम सिन। ആ പാപത്തിന്റെ ആ പ്രസൻസിൽ നിന്ന് പൂർണ്ണമായിരിക്കുന്ന तो സ്വാതന്ത്ര്യം. ये सैल्वेशन जो है केवल और केवल यीशु मसीह के द्वारा ही हमें मिलता है। ഇത് യേശു കർത്താവ് അല്ലാതെ വേറൊരാൾക്ക് തരാൻ കഴിയുകയില്ല പ്രിയരെ. आगे लिखा है कि और वो भीतर बाहर आया जाया करेगा। അതിന്റെ അടുത്ത പദം നോക്കിക്കേ, അവൻ അകത്ത് വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. उससे हम समझ सकते हैं कि यीशु मसीह में हमें एक स्वतंत्रता है। യേശു കർത്താവിൽ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട് പ്രിയരെ. यीशु मसीह हमें कहीं बांध के नहीं रखता है। യേശു നമ്മളെ അകത്ത് കയറ്റിക്കൊണ്ട് വന്നിട്ട് കെട്ടിയിട്ട് ഇട്ടിരിക്കുകയല്ല. जिस तरह से रोज उस भेड़ को चराने के लिए चरवाहा उन्हें बाहर लेके जाया करता था, ഈ ഇടയൻ എങ്ങനെ ആടുകളെ കൊണ്ടുപോകുന്നു എല്ലാ ദിവസവും എന്നതുപോലെ उसी तरह यीशु मसीह भी जो है हमें स्पिरिचुअल नरिशमेंट में या फिर स्पिरिचुअल ग्रोथ में जो है हमें लेके जाता है। ഇതുപോലെ വാതിൽ കൂടെ കടന്നു വന്ന് രക്ഷപ്പെട്ട ദൈവവൈതങ്ങളെ അനുദിനം ഈ നല്ല ഇടയൻ വെളിയിൽ കൊണ്ടുപോകുകയും അകത്ത് കൊണ്ടുവന്ന് മേച്ചൽ കണ്ടെത്തി തരുന്ന ആ സ്വാതന്ത്ര്യം ഒരു ദൈവവൈതലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ऐसा नहीं लगना चाहिए कि हमें बिल्कुल सीमित कर दिया, हमें इधर बंद कर दिया, ऐसा नहीं लगना चाहिए। നമ്മളെ ഒരു ബോക്സിലാക്കി അടച്ചു വെച്ചിരിക്കുന്ന ഒരു ഇടയനല്ല എന്ന് മനസ്സിലാക്കുകയാണ്. अगर उसका हम 10 का 10 जब हम पढ़ेंगे, 10 നമ്മൾ വായിക്കുമ്പോൾ उसका आखिर की जो पंक्ति है उसमें लिखा है कि मैं इसलिए आया कि वे जीवन पाएं और बहुतायत से पाएं। അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം കൊണ്ട് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നെന്ന് 10 നമുക്ക് കാണാൻ കഴിയും. अगर हमें लगता है कि हमारा जीवन जो है सीमित कर दिया गया है, നമുക്ക് തോന്നുക നമ്മുടെ ജീവിതം ഇങ്ങനെ അടച്ചുപൂട്ടി വെച്ചിരിക്കുക. तो हमने जीवन के सही मायने नहीं पहचाने, അപ്പോൾ नहीं जाने। അങ്ങനെ നാം ആ ജീവിക്കുന്നെങ്കിൽ യഥാർത്ഥമായിരിക്കുന്ന രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല. നാം കേവലം ചില നിയമങ്ങളാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ तो वो भीतर बाहर आया जाया करेगा और चारा पाएगा, विच इज स्पिरिचुअल फूड। എന്നിട്ട് ഇവിടെ നോക്കിക്കേ, ഇവിടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന നിയമങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയല്ല, പ്രത്യേക ഇടയൻ സ്വാതന്ത്ര്യത്തോടെ നയിച്ച് അവന് ആത്മീക ആഹാരത്തെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. भजन संगीता Psalms 23 हम सभी जानते हैं, സങ്കീർത്തനം 23 സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള और उसमें इन बातों को हम देख सकते हैं, समझ सकते हैं। ഈ 23 സങ്കീർത്തനത്തിൽ ഈ കാര്യം വളരെ ധാരാളമായി നമുക്ക് പഠിക്കാൻ കഴിയും. मैं उसमें वहां पे नहीं जा रहा हूं। ഞാൻ അവിടേക്ക് പോകുന്നില്ല പ്രിയരെ. चौथी बात जो है जो हमें इस वचन से देखने को मिलती है, നാലാമത്തെ കാര്യം ഈ വചനത്തിൽ കൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്, कि ये दरवाजा जो है एक दिन बंद हो जाएगा। ഒരു ദിവസം ഈ വാതിൽ, ഇപ്പോൾ തുറന്നിരിക്കുന്ന ഈ വാതിൽ ഒരു ദിവസം അടയ്ക്കും. एक वार्निंग है। അതൊരു മുന്നറിയിപ്പാണ് പ്രിയരെ. अभी जो है इस
भेड़शाला में जो हैं भेड़ें आ रही हैं। ഇന്ന് കർത്താവിൻ്റെ വചനം കേട്ട് വിളിയെ കേട്ട് തന്നെ അനുഗമിക്കുന്ന വ്യക്തികൾ ഈ വാതിലിൽ കൂടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്. और मैं और आप जो उस चरवाहे की आवाज़ को सुनकर इस भेड़शाला में आए हैं, हम अपने आप को बहुत फॉर्चुनेट समझें, ये मैं आपसे कहता हूँ. നമ്മൾ എത്ര ഭാഗ്യ അവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കണം. കർത്താവിനോട് കൂട്ടായ്മ ആചരിക്കുവാൻ, രക്ഷപ്പെടുവാൻ കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് സാധിച്ചു. ഈ വാതിലിൽ കൂടെ നമുക്ക് പ്രവേശനം ലഭിച്ചത് നമ്മുടെ ഒരു ഭാഗ്യ പദവിയായിട്ട് നമുക്ക് കണക്കാക്കണം. लेकिन बहुत से हैं जो अभी भी इस दरवाजे से बाहर हैं. എന്നാൽ എന്നീ അനേകരുണ്ട് ഈ വാതിൽ കൂടെ അകത്ത് കടന്നു വരാത്ത. हमारे घर परिवार में ही हैं, നമ്മുടെ ഭവനത്തിൽ തന്നെ ഇല്ലേ പ്രിയരെ, जिनको हमें इस दरवाजे के अंदर लेकर आना. ഈ വാതിലിൽ കൂടെ നമുക്ക് കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമാണ്. अगर हम लूका की अंजील उसका 13:24 से 27 जब हम पढ़ते हैं, ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 24 to 27, 24 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ उसमें लिखा है कि उसने उनसे कहा, सकेत द्वार से प्रवेश करने का यत्न करो, क्योंकि मैं तुमसे कहता हूं कि बहुतेरे प्रवेश करना चाहेंगे और न कर सकेंगे. ഇടുക്കുവാതിൽ കൂടെ കടപ്പാൻ പോരാടുവീൻ, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ലതാനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. इसीलिए जो है हम लोग रिफ्लेक्ट करना, अपने जीवन को रिफ्लेक्ट करने का हम लोग यहाँ से पुलपिट से जो है आप हमारे दास जो हैं कई बार इस बात पर वो जोर देते हैं कि वी शुड एग्जामिन आवरसेल्व्स. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നാം ഈ വാതിൽ കണ്ടെത്തി അകത്ത് പ്രവേശിച്ചോ, അതുമാത്രമല്ല ഇടുക്കുവാതിൽ കൂടെയാണോ നമ്മൾ പ്രവേശിച്ചത്, ഇടുക്കമുള്ള വഴിയിൽ കൂടെയാണോ നമ്മുടെ സഞ്ചാരം എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ട ആവശ്യമുണ്ട്. इसके 25 में लिखा है कि जब घर का स्वामी उठकर द्वार बंद कर चुका हो और तुम बाहर खड़े हुए द्वार खटखटाकर कहने लगो, हे प्रभु हमारे लिए खोल दे, और वे उत्तर दे कि मैं तुम्हें नहीं जानता, तुम कहाँ के हो. 25-ാമത്തെ വാക്യത്തിൽ അവിടെ കൊടുത്തിരിക്കുന്ന 25-ാം വാക്യം മലയാളത്തിൽ ഒന്ന് വേഗം ഒന്ന് വായിച്ചട്ടെ. ഇവിടെ കാണാൻ കഴിയുന്നത് വീട്ടുടയവൻ എഴുന്നേറ്റ് കതക് അടച്ച ശേഷം. उसका 26 में लिखा है कि तुम कहने लगोगे कि हमने तेरे सामने खाया पिया और तूने हमारे बाजारों में उपदेश किया. मतलब कि हम तो चर्च आया जाया करते थे, हम तो हमेशा आपकी संगति में रहते थे, तो किस तरह से अब हम जो है दरवाजे के उस तरफ हो गए. 26-ാമത്തെ വാക്യത്തിൽ ഇവരവരോട് ചോദിക്കുന്നത്, നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തല്ലോ എന്ന് അവരോട് പറഞ്ഞു തുടങ്ങുവാനിടയായി. 27 में लिखा है, परंतु वे कहेगा, मैं तुमसे कहता हूँ मैं नहीं जानता तुम कहाँ से हो, हे कुकर्म करने वालों, तुम सब मुझसे दूर हो. 27-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവനോ നിങ്ങൾ എവിടെ നിന്നു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയും. അനീതി പ്രവർത്തിക്കുന്ന ഏവരും ആയുള്ളവരെ എന്നെ വിട്ടുപോവീൻ എന്ന് പറയും. मैं इस वचन को कंक्लूड करता हूँ. ഞാൻ എൻ്റെ മെസ്സേജ് ഇവിടെ കൺക്ലൂഡ് ചെയ്യട്ടെ. यूहन्ना 10:10 इस तरह से कहता है, യോഹന്നാൻ 10:10 ഇവിടെ പറയുന്നത്, चोर किसी और काम के लिए नहीं, परंतु केवल चोरी करने और घात करने और नष्ट करने को आता है. മോഷ്ടിപ്പാനും അറപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. तो यहाँ पे हम चोर भी हैं करके हम इस बात को देखते हैं. ഇവിടെ കള്ളൻ എന്ന് നമുക്ക് കാണാൻ കഴിയും, കള്ളനുമുണ്ട് എന്ന് നമുക്ക് കാണാൻ और കഴിയും. हमने जो शुरू के कॉन्टेक्स्ट में देखा था कि ये चोर या फिर ये रॉबर्स कौन हैं, ഈ കള്ളൻ ആരാ എന്ന് നമ്മൾ ആദ്യത്തെ പശ്ചാത്തലത്തിൽ കാണുവാൻ ഇടയായി തീർന്നു. उस जमाने के जो रिलीजियस लीडर्स थे उनके विषय में यीशु मसीह कह रहे हैं. അന്നത്തെ റിലീജിയസ് ലീഡേഴ്സ്, അന്നത്തെ യഹൂദ ഇടയന്മാരെ കുറിച്ചാണ് ഇവിടെ കള്ളൻ എന്ന് പരാമർശിക്കുന്ന എന്ന് നമുക്ക് ആ പശ്ചാത്തലത്തിൽ കൂടെ आज भी जो है इस बातों को हम चर्चेज में या फिर बहुत सी जगहों पे देख सकते हैं. ഇന്നും ഇതുപോലെ യേശുവിന്റെ അടുക്കലേക്ക് അയക്കാത്ത അനേക കള്ളന്മാർ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. बहुत से डिनोमिनेशंस हो गए हैं, ഒത്തിരി ഡിനോമിനേഷൻസ്, बहुत से गॉस्पेल हो गए हैं. ഒത്തിരി സുവിശേഷങ്ങൾ വെളിയിൽ വന്നു. ये सब परमेश्वर के लोगों को जो है परमेश्वर से दूर करने की
बातें हैं। ഈ സുവിശേഷങ്ങൾ മറ്റ് സുവിശേഷങ്ങളെല്ലാം ക്രിസ്തു എന്ന യഥാർത്ഥവും ഏകമുള്ള വാതിൽ നിന്ന് അകറ്റിക്കളയുന്നതാണ് എന്നുള്ള ബോധ്യം നമുക്ക് എല്ലാവർക്കും इसलिए ഉണ്ടാകും. हमें जो है इस मसीह जीवन में बहुत सावधान रहना है। അതുകൊണ്ട് ഈ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ ബോധപൂർവം നമ്മളെ തന്നെ ശോധന ചെയ്ത് ഈ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ട ആവശ്യമുണ്ട്. सच्चा चरवाहा केवल और केवल यीशु मसीह है। യഥാർത്ഥ നല്ല ഇടയൻ യേശു കർത്താവ് അല്ലാതെ വേറെ ആരുമില്ല. केवल यीशु मसीह है। വാതിൽ യേശു കർത്താവ് മാത്രമാണ്. यीशु मसीह प्लस करके, जीसस प्लस करके कुछ भी नहीं। യേശുവിനോട് കൂടെ പ്ലസ് ചേർത്ത് വെച്ചിട്ട് എനിക്ക് നിത്യജീവൻ പ്രാപിക്കാമെന്ന് പറയാൻ പറ്റത്തില്ല. ഒറ്റ വാതിലേ ഉള്ളൂ, ഒറ്റ ഒരുവനേ ഉള്ളൂ നാം രക്ഷിക്കപ്പെടുക. हमारे उद्धार के लिए, हमारे साल्वेशन के लिए जो कुछ भी करने की बात थी वो यीशु मसीह ऑलरेडी कर चुके हैं। നമുക്ക് വേണ്ടി ചെയ്യേണ്ട സകല പ്രവൃത്തിയും കാൽവറി ക്രൂശിൽ കർത്താവ് ഓൾറെഡി ചെയ്തിരിക്കുന്നു. हमें केवल और केवल उनके वचनों पर और उन पर जो है विश्वास करना है और उनके साथ एक रिलेशन में, एक फेलोशिप में जो है अपने दिनों को गुजारना है। ഈ കർത്താവിനോടുകൂടെ കൂട്ടായ്മ ആചരിച്ച് ആ സ്വാതന്ത്ര്യത്തിൽ മേച്ചിൽ കണ്ടെത്തി ആത്മീകമായ ഭക്ഷണം കഴിച്ച് തൃപ്തിപ്പെട്ട് മെച്ചുവറായി ജീവിക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. यीशु मसीह के अलावा कोई और द्वार नहीं है। യേശു അല്ലാതെ വേറൊരു വാതിലുമില്ല പ്രിയരെ. He is the door। കർത്താവ് മാത്രമാണ് വാതിൽ. और ये डोर, हमारा जो एक दिल का द्वार है, वो हमें यीशु मसीह के लिए खोलना है। ഈ വാതിൽ കർത്താവിന് വേണ്ടി നമുക്ക് തുറക്കേണ്ടത് ആവശ്യമുണ്ട്. और स्वर्ग राज्य का और प्रभु के राज्य का भी एक द्वार है जो यीशु मसीह ने हमारे लिए खोला। കർത്താവിൻ്റെ അടുത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലും നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. വിശ്വാസത്തോടെ പ്രവേശിക്കാൻ ആരെങ്കിലും പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर अपने वचन से हमें आशीष। കർത്താവ് നമ്മളെ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. प्रभु ने हमें अच्छे से आशीष किया. प्रभु के वचन से बात किया, इसलिए प्रभु को धन्यवाद करेंगे. हालेलुया.